അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ 7ാം ക്ലാസ്സിന്റെ ഈ അധ്യയന വർഷത്തെ രണ്ടാമതായി നടത്തുന്ന ക്രിസ്മസ് പരീക്ഷ നമ്മുടെ അടുത്തിങ്ങെത്തി അല്ലെ. ഇനി ഏതാനും ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ അല്ലെ. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗം നമുക്ക് എന്ത് ചെയ്യാം, പാഠഭാഗത്തിലെ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. യെസ്, നമ്മൾ പഠിച്ച നമ്മുടെ 3ാമത്തെ യൂണിറ്റ് എന്റെ മക്കൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നോ? യെസ്, മുസ്കാൻ അല്ലെ. ആ മനോഹരമായിട്ട് നമ്മൾ ഒരു കഹാനിയൊക്കെ പഠിച്ചു. ഏതായിരുന്നു ആ കഹാനി? യെസ്, ബാരിഷ് കെ ബാദ് അല്ലെ. ബാരിഷ് കെ ബാദ് എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള കഹാനി നമ്മൾ പഠിച്ചു. എന്റെ മക്കളുടെ മനസ്സിലേക്ക് അതിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്താണ് ബാരിഷ് അല്ലെ? മഴ. അപ്പം ബാരിഷ് കെ ബാദ് എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് ശേഷം അല്ലെ. നമ്മളൊക്കെ എന്ത് ചെയ്യും മഴയ്ക്ക് ശേഷം? സാറേ, ഞങ്ങൾ മഴ പെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? മഴ നമുക്ക് കൊള്ളാത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? കയറി നിൽക്കും. മഴയ്ക്ക് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും പുറത്തേക്ക് പോകും അല്ലെ. അല്ലെങ്കിൽ കളിക്കും. ഞങ്ങളുടെ കൂട്ടുകാരുമൊത്ത് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ കളിക്കും എന്നൊക്കെ എന്റെ മക്കളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ ആ കഥ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. അതിലെ നമ്മുടെ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരായിരുന്നു? ഗുഡ്ഡുവും ഗുഡ്ഡലിയും അല്ലെ. യെസ്, നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. ബാരിഷ് കെ ബാദ് എന്നുള്ള കഹാനി കനക് ശശി എന്നുള്ള ഒരാളുടെ മനോഹരമായിട്ടുള്ള കഥ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്നു. ഗുഡ്ഡുവും ഗുഡ്ഡലിയും കൂടി എന്ത് ചെയ്തു മക്കളെ? യെസ്, ഇലയുടെ അല്ലെ പത്തേക്ക് നാവുണ്ടാക്കി അല്ലെ. ഇലയുടെ തോണി ഉണ്ടാക്കി മനോഹരമായിട്ട് അവർ ആ തോണിയിൽ ആരെല്ലോ കയറ്റി വിട്ടിട്ടൊക്കെ ഉണ്ട്. ആ കഥയൊക്കെ നിങ്ങളുടെ മനസ്സിലേക്കുണ്ട്. അപ്പൊ ഈ ചോദ്യം കൂടി നോക്കുമ്പോൾ എന്റെ മക്കൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണത്? പത്തേക്ക് നാവ് പലട്നെ പർ ക്യാ ഹുവാ അല്ലെ. പത്തേക്ക് നാവ്, പത്തേ എന്ന് പറഞ്ഞാൽ ഇലയാണ് അല്ലെ. അപ്പോ ഇലകൾ അല്ലെ, ഇലകൾ കൊണ്ടുള്ള എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നാവ് എന്ന് പറഞ്ഞാൽ വള്ളം അഥവാ വഞ്ചി അല്ലെങ്കിൽ തോണി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം അല്ലെ. പലട്നെ പർ ക്യാ ഹുവാ, പലട്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയുക, മറിഞ്ഞപ്പോൾ അല്ലെ. ഇലകൾ കൊണ്ടുള്ള തോണി അഥവാ വള്ളം അല്ലെ, തോണി നമുക്ക് അങ്ങനെ തന്നെ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിട്ട്. ആ തോണി മറിഞ്ഞപ്പോൾ ക്യാ ഹുവാ അല്ലെ, എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? യെസ്, അപ്പൊ എന്താണ്? ഇലകൾ കൊണ്ടുള്ള വള്ളം മറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ചോഡ് കർലിഗെ, യോജിപ്പിച്ച് എഴുതുക, യോജിപ്പിച്ച് എഴുതുക. സെറ്റാണോ? അപ്പൊ നമ്മൾ ചോദ്യം ഐഡന്റിഫൈ ചെയ്തു. ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദ്യം കൃത്യമായി എന്റെ മക്കൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ആദ്യം നിങ്ങൾ ഒരു തവണ ചോദ്യം വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വീണ്ടും വായിക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകും. എന്നിട്ടും വീണ്ടും ഒരിക്കൽ കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഇതിൽ ക്യാ എന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് അല്ലെ. അതേപോലെ കഹാം നമുക്ക് കണ്ടേക്കാം ചോദ്യ പേപ്പറിൽ അല്ലെ. കൈസേ അല്ലെ, കോൻ കോൻ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ അതൊക്കെ വീഡിയോ മാഷ് എന്ത് ചെയ്യും, ചെയ്യുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വേർഡ് മനസ്സിലായാൽ പിന്നെ ഈ കണക്ട് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ചോദ്യം ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലെ. ഇനി ആ തോണിയിൽ കഴറ്റിയ ആളുകളെ നമുക്ക് ഇത് എന്റെ മക്കൾക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാകും അല്ലെ. ആരാണ്? ചീണ്ട അല്ലെ. ചീണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരേനു? ഉറുമ്പാണ് അല്ലെ, ഉറുമ്പ്. പിന്നെ ആരാണ് രണ്ടാമതായി? ലാൽ കാല കീട. എന്താ ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പാണ് അല്ലെ. അപ്പൊ അതേപോലെ കാല എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. അതേപോലെ കീട എന്ന് പറഞ്ഞാൽ പ്രാണിയാണ് അല്ലെ. അപ്പം ചുവപ്പും കറുപ്പും കൂടി ചേർന്ന ഒരു തരം പ്രാണി, അതിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരെ ഇലകൾ കൊണ്ടുണ്ടാക്കിയ വള്ളത്തിൽ കയറ്റിയിരുന്നു അല്ലെ. പിന്നെ നമ്മുടെ ഗുഡ്ഡു ഓർ ഗുഡ്ഡലി അല്ലെ. ഗുഡ്ഡുവും ഗുഡ്ലിയും അല്ലെ. ഗുഡ്ഡുവും പിന്നെ ആരായിരുന്നു? ഗുഡ്ഡുവും പിന്നെ ആരായിരുന്നു മക്കളെ? നമ്മുടെ ഗുഡ്ലിയും അല്ലെ. പിന്നെ 4ാമതായി ഇതിൽ പറഞ്ഞെന്താ? കേച്ചുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? മണ്ണിരയാണ് അല്ലെ, മണ്ണിര അല്ലെ. യെസ്, അതേപോലെ നമ്മുടെ ആ വഞ്ചിയിൽ ആരും കൂടി കയറ്റിയിട്ടുണ്ടായിരുന്നു? മേണ്ടക് അല്ലെ, തവളനെയും കൂടി കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓപ്പോസിറ്റ് ഉള്ള ബി കോളത്തിൽ നിന്നും ഇതിന് അനുയോജ്യമായി നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതണം അല്ലെ. അപ്പോ ചീണ്ടക്ക് അനുയോജ്യമായത് എന്താ? ലാൽ കാല കീടക്ക് അനുയോജ്യമായത് എന്താ? ഗുഡ്ഡു ഓർ ഗുഡലിക്ക് അനുയോജ്യമായത് എന്താ? കേച്ചുവ അഥവാ മണ്ണിരക്ക് അനുയോജ്യമായത് എന്താന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇത്തരത്തിലാണ് നമ്മൾ പരീക്ഷയ്ക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാം. പത്തേക്ക് നാവ് കെ നീച്ചെ ദിഖായി പടാ അല്ലെ. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളുടെ വള്ളത്തിനടിയിൽ കാണപ്പെട്ടു. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. 10 എന്ന് പറഞ്ഞാൽ ഇലകളാണ്. അപ്പൊ ഇലകളുടെ
വള്ളത്തിനടിയിൽ അല്ലെ, വള്ളത്തിനടിയിൽ കാണപ്പെട്ടു അല്ലെ. അപ്പൊ അത് ഈ കോളത്തിൽ കോളത്തിലുള്ള ഏതോ ഒന്നിന് അനുയോജ്യമാണ്. അത് നമുക്ക് അവസാനം നമുക്ക് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഇത്തരത്തിലൊന്ന് എഴുതി വെക്കാം. ഇനി രണ്ടാമതുള്ള ഒന്ന് വായിച്ചു നോക്കാം. പാനി മേ തൈർ കർ ടഹ്നി പർ ആ ഗയാ അല്ലെ. ഏതാണ് അതിനുള്ളത്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? യെസ്, വെള്ളത്തിനടിയിൽ. പാനി എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. വെള്ളത്തിൽ നീന്തിയിട്ട് എന്ത് ചെയ്തു? ശാഖ അഥവാ ചില്ല അല്ലെ, കൊമ്പ് എന്നൊക്കെ നമ്മൾ പറയും. ചില്ലയിൽ എന്ത് ചെയ്തു? വന്നിരുന്നു. അങ്ങനെ ഒരാള് ഇതിൽ വന്നിരുന്നതാണ്. അത് ആരാന്നുള്ളത് കോളത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. മൂന്നാമതായിട്ട് പാനിക്ക് അന്തർ ചലാഗയാ. യെസ്, പാനിക്ക് അന്തർ ചലാഗയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാനിക്ക് അന്തർ ചലാഗയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനുള്ളിലേക്ക് അല്ലെ, വെള്ളത്തിനുള്ളിലേക്ക് പോയി അല്ലെ. അതാണ് ചലാഗയ, പോയി. അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്നാണ്. അപ്പൊ വെള്ളത്തിനുള്ളിലേക്ക് പോയി അല്ലെ. നാലാമതായി നമുക്ക് തന്ന ഓപ്ഷൻ എന്താ? ഉൾട്ടി ബഹത്തി നാവ് കെ പീച്ചെ ഭാഗേ അല്ലെ. എന്താ അങ്ങനെ പറഞ്ഞാൽ? തല കീഴായി അല്ലെ, തല കീഴായി മറിഞ്ഞ വള്ളത്തിന് പുറകെ ഓടി, വള്ളത്തിന് പുറകെ ഓടി അല്ലെ. അപ്പൊ ഇതിന് അനുയോജ്യമായതിന് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താം. അപ്പൊ ചീണ്ട ഉറുമ്പ് എന്താടാ ചെയ്തത്? യെസ്, വെള്ളത്തിൽ നീന്തി എന്ത് ചെയ്തു? കൊമ്പിൽ അഥവാ ശാഖയിൽ വന്നിരുന്നു. അപ്പൊ അത് ഇതിൽ ഏതാണ്? ചീണ്ട ഏതാ? പാനിമേ തൈർ കർ ടഹ്നി പർ ആ ഗയാ. അതാണ് നമ്മുടെ ശരിയായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കണം അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ തൽക്കാലം മാഷ് എന്ത് ചെയ്യുന്നു? ഇതിലേക്കൊന്ന് വരച്ചു കൊടുക്കുന്നു. അപ്പൊ എന്നുള്ളത് രണ്ടാമത്തേതാണ്. അപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്തു? വരച്ചു കൊടുത്തു. മനസ്സിലായോ? അപ്പൊ 1 B ആണ്. ഇനി ലാൽ കാലാക്കീട അല്ലെ, ചുവപ്പും കറുപ്പും ചേർന്ന നമ്മുടെ പ്രാണി ഏതിനാണ് അനുയോജ്യമായിട്ടുള്ളത്? ഏതാണ്? യെസ്, ഇലകളുടെ വള്ളത്തിനടിയിൽ കാണപ്പെട്ടു. അപ്പൊ അതേതാണ്? യെസ്, ഒന്നാമത്തേതിലേക്കാണ്. അപ്പൊ ലാൽ കാലാക്കീട പത്തേ കി നാവ് കെ നീച്ചെ ദിഖായി പടാ. ഇനി നമ്മുടെ ഗുഡ്ഡു ഓർ ഗുഡ്ഡലി ഏതാണ് മക്കളെ? യെസ്, ഏതാണ്? റൈറ്റ്, ഏതാണ്? ഉൾട്ടി ബഹത്തി നാവ് കെ പീച്ചെ ഭാഗേ അല്ലെ. അവരെന്ത് ചെയ്തു? തല കീഴായി മറിഞ്ഞ വള്ളത്തിന് പുറകെ അവരെന്ത് ചെയ്തു? ഓടി അല്ലെ. ഇനി അവസാനമായിട്ട് 3 നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ നാലാമത്തെ എളുപ്പത്തിൽ കിട്ടും. കേച്ചുവ മണ്ണിരയാണ്. മണ്ണിരയെ നമ്മൾ എവിടെയാ കണ്ടത്? വെള്ളത്തിനുള്ളിലേക്ക് പോയി അഥവാ പാനിക്ക് അന്തർ ചലാഗയാ. സെറ്റാണോ? റെഡിയാണോ? അപ്പൊ ചീണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനിമേ തൈർ കർ ടഹ്നി പർ ആ ഗയാ. ലാൽ കാലാ കീട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തേ കി നാവ് കെ നീച്ചെ ദിഖായി പടാ. ഗുഡ്ഡു ഓർ ഗുഡ്ഡലിയോ യെസ്, ഉൾട്ടി ബഹത്തി നാവ് കെ പീച്ചെ ഭാഗേ. ഓർ കേച്ചുവ എന്ന് പറഞ്ഞാൽ പാനി കെ അന്തർ ചലാ ഗയാ. ഇത്തരത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് 5 മാർക്കാണ് അല്ലെ. എത്ര മാർക്കാണ് മക്കളെ? 5 മാർക്കാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഓക്കെ ആണോ? 5 മാർക്ക് നമ്മളെ കാത്തിരിക്കും. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്തിക്കൂടെ? ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? അപ്പൊ ഇതേപോലുള്ള ഒരു ചോദ്യം നമുക്ക് ഈ വരുന്ന പരീക്ഷയിൽ ഷുവർ ആയിട്ടും ചോദിക്കും. അപ്പൊ നമ്മൾ ഓരോന്ന് ഇത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്ത് സിമ്പിൾ ആയിട്ട് പ്രയാസമൊന്നുമില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്ത് കണ്ടെത്തണം എന്നുള്ളതാണ് എന്റെ മക്കൾ ചെയ്യേണ്ടത്. അപ്പം ബാരിഷ് കെ ബാദ് എന്നുള്ള പാഠഭാഗം നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോ ഇല കൊണ്ടുണ്ടാക്കിയ തോണിയിൽ ആരെല്ലാം കയറ്റിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവണം. ചീണ്ട ഉറുമ്പിനെ കയറ്റിയിട്ടുണ്ടായിരുന്നു. ലാൽ കാലാക്കീട ചുവപ്പും കറുപ്പും ചേർന്ന പ്രാണിയെ കയറ്റിയിട്ടുണ്ടായിരുന്നു. കേച്ചുവ എന്ന് പറഞ്ഞാൽ മണ്ണിരയെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ പിന്നെ ആരെയും കൂടി കയറ്റിയിട്ടുണ്ടായിരുന്നു? മേണ്ടക്കിനെയും കൂടി കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യണം? ഈ 4 ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഉറപ്പല്ലേ? ഉറപ്പായിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കൂലേ? യെസ്. അപ്പൊ ഇലകൾ കൊണ്ടുണ്ടാക്കിയ തോണിയിൽ 4 പേരെ എന്ത് ചെയ്തിരുന്നു? അവര് കയറ്റിയിരുന്നു. ചീണ്ട, ലാൽ കാലാക്കീട ഓർ കേച്ചുവ ഓർ മേണ്ടക് 4 അവരെന്ത് ചെയ്തിരുന്നു? തോണിയിൽ കയറ്റിയിരുന്നു.
എന്തിന്റെ തോണിയായിരുന്നു? യെസ്, പത്തേക്കി നാവ്, ഇലകൾ കൊണ്ടുള്ള വള്ളം, ഇലകൾ കൊണ്ടുണ്ടാക്കിയ തോണി എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ എളുപ്പല്ല മക്കളെ, എളുപ്പല്ല. അപ്പൊ ഇത്തരത്തിൽ എ ബി ആ കോളത്തിൽ നമ്മളോട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ, യോജിപ്പിച്ച് എഴുതാൻ പറഞ്ഞാൽ ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? ഓക്കെ അല്ലടാ? അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ പാഠഭാഗത്തിന്റെ ഒരു ഐഡിയ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കണം. അവരോടൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറയണം. അവർക്കും നമ്മുടെ പാഠഭാഗത്തിന്റെ ഈ ആക്ടിവിറ്റിയുടെ മാർക്കൊക്കെ കിട്ടട്ടെ. അപ്പൊ എല്ലാ മക്കളും സെറ്റ് അല്ലേ? അപ്പൊ കണ്ട മക്കളൊക്കെ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റും നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ വീണ്ടും കാണാം. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ ബൈ.